ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കാലിക്കറ്റ്, നീ അതിനും കൂടെ ഒന്ന് വന്ന് വായിക്കും. അങ്ങ് എൻ്റെ കൂടെ ഒന്ന് ഒരു കോൺസേർട്ടിന് വായിക്കും. എനിക്ക് ഹാർമോണിയത്തിനെ ഒന്നും കൂടി എല്ലാവരിലോട്ട് എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ വയലിൻ വായിക്കുന്ന പോലെ ഇൻസ്ട്രുമെന്റ് എന്തുകൊണ്ട് ആക്കിക്കൂടാന്ന് തോന്നിയപ്പോഴാണ് സത്യം പറഞ്ഞൊരു ബാൻഡ് ഇതിൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഞാൻ പോലും പേഴ്സണലി ഫാനാണ് അവളുടെ. അതെ, ഞാൻ പോലും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഒരു അല്ല, ശരിക്കും ഞാൻ ഹാർമോണിയത്തിന്റെ പ്രാധാന്യം തന്നെ അറിയുന്നത് ആള് വഴിയാണ്. ഞാൻ പാട്ടിന്റെ പ്രാധാന്യം, തബലയുടെ പ്രാധാന്യം. സത്യം പറഞ്ഞ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഹാർമോണിയത്തെ വേൾഡ് മൊത്തം ചുറ്റിക്കണം, ഈ ഹാർമോണിയായിട്ട് കറങ്ങണം, അച്ഛനും അമ്മയും ഒന്ന് പ്രൗഡാക്കി എപ്പോഴും നിർത്തണം. പാടും, പക്ഷെ ഇടക്ക് വെള്ളി വീഴും. എടാ നീ പാടില്ല എന്ന് പറഞ്ഞാൽ എടാ നീ ഇങ്ങനെ ജനുവനാവല്ലേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, വെൽക്കം ടു ജാനോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദൻ. ഇന്ന് എൻ്റെ ഇതൊരു സ്പെഷ്യൽ ഷോ ആണ്. കാരണം എന്താ അറിയാമോ, ഹാർമോണിയത്തിൻ്റെ കേരളത്തിലെ ഫസ്റ്റ് മ്യൂസിക് ബാൻഡ് ഹാർമോണി ഉത്സവ് കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഇവരുടെ മാജിക് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് പതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ കിട്ടിയേക്കണ എല്ലാ അംഗങ്ങളും ഇല്ല. അപ്പോൾ നമ്മുടെ ടീമംഗങ്ങളായ അമൽരാജ് ഉണ്ട്, ഷർണപ്പു ഉണ്ട്, നമ്മുടെ സിദ്ധാർത്ഥ് ഉണ്ട്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. ഇതിനാണ് നിങ്ങളോട് കൊടുത്തിരുത്തിയത്. അല്ല, പിന്നെ കുറച്ച് നാളായി നിങ്ങളെ ഫോളോ ചെയ്യുന്നത്, കിട്ടുന്നുണ്ടായിരുന്നില്ല. നിറച്ചും പ്രോഗ്രാം പരിപാടികളൊക്കെ ഓട്ടത്തിലല്ലേ. കുഴപ്പമില്ല. ശരിക്കും എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? എവിടെയാണ്? ഷർണപ്പു പാലക്കാടല്ലേ? ഞാൻ പാലക്കാടാണ്. ഞാൻ കാസർഗോഡാണ്. വൈപ്പിന്. എല്ലാവരും പല നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്നായത് എങ്ങനെ? മ്യൂസിക് ആണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാക്കിയത്. അപ്പൊ എന്തായാലും നമുക്ക് പല സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം, പലരുടെയും കയ്യിൽ നിന്ന്. എന്തിനാ എ ആർ റഹ്മാൻ സാറിന്റെ കയ്യിൽ നിന്ന് വരെ അല്ലെ അപ്രിസിയേഷൻ കിട്ടിയാണ് നിങ്ങൾക്കൊക്കെ. ആ സ്റ്റോറി ഒന്ന് പറയാമോ? പറഞ്ഞു, രണ്ടുപേർക്കും കിട്ടിയിരുന്നു. അവർക്ക് കൺഫ്യൂഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളൊരു വരമ്പ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ ഉണ്ട്. അതൊരു 3 പേരുടെ ഒരു ചിന്തയെന്ന് വന്നിട്ടുള്ള ഒരു കൂട്ടായ്മ. അപ്പോ ആ 3 പേരാരൊക്കെ? അത് ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടൻ, പിന്നെ ഗോതൻ എന്ന് പറഞ്ഞ ചേട്ടൻ, പിന്നെ ഒരു അനീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ. നമ്മുടെ നാട്ടുകാരാ. അപ്പോ അവരുടെ ഒരു കൂട്ടായ്മയിൽ ലാസ്റ്റ് പ്രോഗ്രാം എപ്പോഴും ഒരു പാട്ടിന്റെ ആയിരിക്കും. അപ്പോ അന്ന് ഞാൻ വായിക്കുന്നുണ്ട്, ഞാനും അച്ഛനും കൂടിയാണ് പരിപാടി ചെയ്യുന്നത്. അതിന്റെ അറ്റ് ലാസ്റ്റ് അതുൽ റാം എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് ഇതിനൊക്കെ കാരണം. ചേട്ടൻ വെറുതെ ഇരിക്കുമ്പോ ഞാൻ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ചുമ്മാ ഒരു പടകാളി വായിച്ചതാ. പുള്ളി അത് അത്ര നേരം വീഡിയോ എടുക്കാത്ത ചേട്ടനാ, അപ്പൊ മാത്രം വന്ന് വീഡിയോ എടുത്തു. അത് പുള്ളിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. അത് പിന്നെ അങ്ങ് കേറി ഇങ്ങോട്ട് കത്തിന്ന് മാത്രമല്ല, എ റഹ്മാൻ സാറ് ഷെയർ ചെയ്തു. അങ്ങനെ വന്നപ്പോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു TV ഷോയില് പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഇവനെ കാണുന്നത്. അപ്പോ ഇവൻ പറഞ്ഞ് എ റഹ്മാൻ സാറുടെ ഒക്കെ കയ്യിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അടുത്ത മാസം ഇവന് കിട്ടി. അത് അമ്മയുടെ ഒന്നിച്ചൊരു മലർകളെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ട് അമ്മ ഒന്ന് ജസ്റ്റ് കരഞ്ഞു, ഇമോഷണലായി. അപ്പൊ അതില് എ റഹ്മാൻ സാർ കമന്റ് ഇട്ടതാണ്. അപ്പൊ എ റഹ്മാൻ സാർ കമന്റ് ഇട്ടു. സാർ മാത്രല്ല, ഹരീഷ് രാമകൃഷ്ണൻ സാറും അനുപമ പരമേശ്വരനും എല്ലാരും. എന്തൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് ആ പടയാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. അമലിന്റെ ചിരി അടിപൊളിയാട്ടാ, നല്ല രസമാണ്. സിദ്ധാർത്ഥ ചിരി അടിപൊളി. ഇപ്പൊ കണ്ടല്ലേ ഉള്ളൂ, അതോട്ടെ അതൊക്കെ എല്ലാവർക്കും പറ്റും. ഓക്കെ.
ഇതിൽ നിന്നാണ് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് അല്ലേ? ഇത് പിന്നെ ഇപ്പൊ മൊത്തം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക എല്ലായിടത്തും റീൽസിൽ കൂടി നിങ്ങളുടെ പ്രോഗ്രാമുകൾ വരും. എന്താണ് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണ്? ഞാൻ ആദ്യം വായിച്ചു തുടങ്ങുന്നത് ഗസൽസും കാര്യങ്ങളും പിന്നെ സാധാ പ്രോഗ്രാം അന്നും വായിക്കുന്നുണ്ട് പ്രോഗ്രാമുകൾക്കൊക്കെ. പക്ഷേ ഇതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ നമുക്ക് മ്യൂസീഷ്യൻസിൻ്റെ അടുത്തു നിന്നുള്ള അഭിപ്രായങ്ങളും വളരെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് നമുക്ക് അഭിപ്രായങ്ങൾ കിട്ടുള്ളൂ. ഇന്ന് പല ജേണേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഹാർമോണിയത്തിലോട്ട് ഇപ്പോഴാണ് കുറേ യങ് ജനറേഷൻസ് ഹാർമോണിയം ഇങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി പല പുതിയ സോങ്സ് ആണല്ലോ വായിക്കുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. നമുക്കൊരു പക്കാ മ്യൂസീഷ്യൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പോലെയല്ല, പുതിയ ജനറേഷൻ വരുമ്പോൾ അവരുടേതായിട്ട് അവര് സ്വീകരിക്കുന്ന രീതി കുറച്ചും കൂടി ഡിഫറെന്റ്. അത് ഭയങ്കര രസമാണ്. ശരിക്കും പൊതുവെ ഇപ്പൊ പുതിയ ജനറേഷന്റെ ഇടയിൽ ഹാർമോണിയം ഈ ഒരു പരിപാടി ഇല്ല, ആക്ച്വലി വളരെ കുറവാണ്, വളരെ റെയർ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനത്തെ ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് വീണ്ടും ഒരു ട്രെൻഡിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നൊക്കെയാണ് നിങ്ങൾ. അത് ഒന്നും പറയാനില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ചിരി ഒരു രക്ഷയില്ലേട്ടോ, അടിപൊളിയാണ്. ചിരിയിലാണ് ഞങ്ങളൊക്കെ വീണു. എവിടുന്നാണ് അദ്ദേഹത്തിന് എവിടുന്നാ കിട്ടിയത്? ഞാൻ ഇതുപോലെ എറണാകുളത്തൊരു ഷോ ഉണ്ടായി, ഇതുപോലെ ഒരു പ്രോഗ്രാം. അപ്പൊ ഒരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആട്ടോ. അപ്പൊ തലേ ദിവസം ഒരു മെസ്സേജ് നോക്കുമ്പോ ഇവനെ എനിക്കന്ന് അറിയില്ല, പക്ഷെ ഇവൻ എന്നെ അറിയാം, എങ്ങനെയോ അറിയാം. മീൻസ് ഞങ്ങൾ നേരിട്ട് കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പോ ഒരു മെസ്സേജ്, ബ്രോ തബലയ്ക്ക് പറ്റിയ പാട്ടൊക്കെ വായിച്ചാൽ മതി കേട്ടോന്ന്. ഇവനെന്ത് ഇങ്ങനെ ഞാൻ ഇത് പോയിട്ടപ്പോ ഞാൻ എന്നിട്ട് പിന്നെ അവനെ പിന്നെ അന്ന് ഞാൻ വിചാരിച്ചു, ഓ ഇത് ലാസ്റ്റ് വള്ളിയാവോ, ഭീഷണിയാണോ? പിന്നെ മനസ്സിലായി ആള് ഇങ്ങനെയാണ്, അടിപൊളിയാണ്. പിന്നെ ഞങ്ങളിപ്പോ ഫുൾ ടൈം സിദ്ധുവിന്റെ ഡേറ്റ് നോക്കിയാണ് പരിപാടി. സിദ്ധുവിന്റെ രീതിക്ക് അനുസരിച്ച് വായിക്കുന്നുള്ളൂ. എന്തായാലും അടിപൊളി. ശരിക്കും നിങ്ങളെല്ലാവരും അത്യാവശ്യം ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് വന്നതിന് ശേഷമുള്ള കണക്ഷൻ ആണോ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങി നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ടോ? അല്ലേ, ഞങ്ങളൊന്ന് ജസ്റ്റ് തുടക്കം ടൈമിൽ തന്നെ കണക്ട് ആയവരാണോ? കുറച്ച്, അതായത് കോമഡി ഷോ എന്നാണ് ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നത്. അതിനുശേഷം ലാസ്റ്റ് ആണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങള് ഇനി അടുത്തതായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു പാട്ടിലേക്ക് നമുക്ക് പോകാം. A.R. റഹ്മാൻ സാർ വരെ ഞെട്ടിയ ആ പാട്ടിൽ നിന്ന് അതെന്തായാലും നമുക്ക് ഓക്കെ അല്ലേ? സിദ്ധു ഓക്കെ അല്ലേ? സിദ്ധു ഓക്കെ ആണെങ്കിൽ ഇവരും ഓക്കെയാണ്. മേഘം തീർന്ന് കൊണ്ട് മണ്ണിൽ மார்பில் ஒளிந்து கொள்ள வரவா, மார்பில் ஒளிந்து கொள்ள மறந்து வரும், கூந்தலில் ஒளிந்து கொள்ள வரவா, என் கூந்தல் தேவன் தூங்கும் மலர் சூடுவது என்ன மறந்து போவதுதான் நினைக்காத உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதலதி, உன் சுவாசம் உன் மூச்சு உன் வார்த்தையின் பேச்சு, 5 நூற்றாண்டு வாழ்வோம் என் மலர்களே இது என் கனவா, மலைகளே மலைகளே இது என் நினைவா, ഈ പാട്ട് പാടിയപ്പോ എന്താ അമ്മക്ക് അറിയാൻ കാരണം എന്താ? അതായത് സംഭവം എന്ന് വെച്ചാൽ അമ്മ ഭയങ്കര ഇമോഷണലായി. കാരണം ഞാൻ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് പാട്ടിൽ എവിടെയെങ്കിലും എത്താൻ വേണ്ടിയിട്ട്. പഠിക്കാൻ കുറച്ച് ബാക്കിലോട്ടാണ്, സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് അമ്മ. പിന്നെ അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അമ്മ മാത്രമല്ല, അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം അമ്മയും കൂടെ പഠിക്കുന്ന ആളാണ്, പാട്ട് പഠിക്കുന്ന ആളാണ്. അപ്പം അത്രയ്ക്കും ഇമോഷണൽ ആയിപ്പോയി ആ ടൈമിൽ. പിന്നെ ആ ടൈമിലാണ് അമ്മയ്ക്കൊരു ഹാർട്ടിൻ്റെ ബ്ലോക്ക് വരുന്നത്. അപ്പം ആ സമയത്ത് ഭയങ്കര
ഭയങ്കര ഡൗൺ ആയിരുന്നു മൊത്തത്തിൽ. ആ. ആ ഒരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ അമ്മേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പാടുന്നതാണ്. പെട്ടെന്ന് റാൻഡമായിട്ട് പാടിയത്, പെട്ടെന്ന് കരഞ്ഞു പോയി. എന്തായാലും ഇപ്പൊ അമ്മ ബെറ്റർ ആയി, എല്ലാം ഓക്കെ. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ പോലീസായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി. ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് ഈ പഴയ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ ഇപ്പൊ ന്യൂജൻ ആണ് നിങ്ങളെ ട്രെൻഡിങ്ങിലേക്ക് എത്തിച്ചേക്കുന്നത്. പക്ഷെ ഇത് എല്ലാ തരം ഓഡിയൻസിനെയും ഒരേപോലെ പിടിച്ചിരുത്താവുന്ന ഒരു സംഭവമാണ് ഈ മുമ്പിലിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഹാർമോണിയം ആ ഒരു ബാൻഡ് ഇതിലേക്ക് എത്താൻ കാരണം ആ തുടക്കം ആദ്യം ചോദിക്കട്ടെ, ഈ ഹാർമോണിയം ബാൻഡ് എന്നുള്ളൊരു ഇതിലേക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹാർമോണിയത്തിനെ ഒന്നും കൂടി എല്ലാവരിലോട്ട് എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഹാർമോണിയം ഒന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഗസൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലോട്ട് മാത്രം, അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഇങ്ങനെ ആ സൈഡ് ഇൻസ്ട്രുമെന്റ് തന്നെ ഗംഭീരമായിട്ട് വായിക്കണം കേട്ടോ, എന്നാലും അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ കൂടിയും വല്ലാണ്ട് ഒതുക്കി കളഞ്ഞു. ഇതൊരു ലൈവ് മീൻസ് നമ്മൾ വയലിൻ വായിക്കുന്ന പോലെ ഇൻസ്ട്രുമെന്റ് എന്തുകൊണ്ട് ആക്കിക്കൂടാന്ന് തോന്നിയപ്പോഴാണ് സത്യം പറഞ്ഞൊരു ബാൻഡ് ഇതിൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ പഴയ പാട്ടുകൾ മാത്രം വായിച്ചിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ചട്ടക്കൂട്ടിൽ ഞാൻ ഒതുങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടി പുതിയ പാട്ടുകൾ വായിച്ചു തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പഴയ പാട്ടുകളുണ്ട്, പുതിയ പാട്ടുകളുണ്ട്. അപ്പോൾ എല്ലാ ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി. ഈ ഹാർമോണിയം ബോക്സിന്റെ പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഇത് ഉമ്പായ് സാറിന്റെ ഹാർമോണിയാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്പായ് സാർ എനിക്കായിട്ട് ഗിഫ്റ്റ് ചെയ്തല്ല, അദ്ദേഹം വേറൊരു മ്യൂസീഷ്യന് കൊടുത്തതാ. അദ്ദേഹം കൊറോണ സമയത്ത് ഏറ്റവും ഡൗൺ ആയി പോയി. പിന്നെ ആളൊരു ഗാന്ധിയൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആള് സൈക്കിളിലേക്ക് സഞ്ചരിക്കും. ഈ പെട്ടി ഗംഭീര വെയിറ്റാ. അപ്പോൾ ആൾക്കത് സഞ്ചരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ പുള്ളി OLX ഇട്ടു. അപ്പോൾ അച്ഛൻ ഞങ്ങളും കൊറോണ സമയത്ത് പക്ക ഡൗൺ ആയിരിക്കുക. അപ്പോഴാണ് ലാസ്റ്റ് എന്തെങ്കിലും ഒരു പിടിവള്ളി വേണമല്ലോ, അതിന് ഞങ്ങൾ ആ സമയത്ത് രണ്ടുപേരുടെ ആവശ്യമായിരുന്നു. ആൾക്ക് പൈസ കിട്ടും, ഞങ്ങൾക്ക് ഇതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റി. പക്ഷെ അത് പിന്നീടാണ് ഉമ്പായ് സാറുടെ ഹാർമോണി ആയിരുന്നു എന്ന് അറിയുന്നത്. പിന്നെ എന്താ പറയാ, അതൊരു പിന്നെ എന്തായാലും അത്രയും വലിയൊരു മനുഷ്യന്റെ അയ്യോ, അത് ആ ഒരു റെസ്പെക്ട് എന്നും ഇതിനോട്. നമുക്കൊരു ഇൻസ്ട്രുമെന്റ് മാത്രമല്ല, ഒരു ലെജൻഡിന്റെ ഒപ്പം ഇരിക്കുന്ന അതേ ഒരു ഫീല് നമുക്ക് എപ്പോഴും കിട്ടും. എത്ര വേദികളായിരിക്കും ചിലപ്പോ ഇത്. അയ്യോ, എന്തായാലും അടിപൊളി. നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മൾ ഇതൊക്കെ പ്ലേ ചെയ്തല്ലേ, ഒരു പുഷ്പം അതൊന്ന് പ്ലേ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എഴുന്നേറ്റൊന്നും തൊഴാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്തായാലും എന്റെ പൊന്ന്, ഞാൻ ഈ ഒരു മേഖല തെരഞ്ഞെടുത്തതിൽ ഒരു അർത്ഥം ഉണ്ടായത് എനിക്ക് ഇപ്പോഴൊക്കെയാണ്. തോന്നുന്നു ഇത്ര വലിയ കലാകാരന്മാരുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല. വെറുതെ നോക്കുന്നതല്ലാട്ടോ, അടിപൊളി. നിങ്ങൾ വേറെ ലെവലാ. നിങ്ങള് ഞാൻ പോലും പേഴ്സണലി ഫാനാണ് അവരുടെ. ഞാൻ പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഒരു അല്ല, ശരിക്കും ഞാൻ ഹാർമോണിയത്തിന്റെ പ്രാധാന്യം തന്നെ അറിയുന്നത് ആള് വഴിയാണ്. ഞാൻ പാട്ടിന്റെ പ്രാധാന്യം എന്തായാലും നീ വെറുതെ ഇരിക്കില്ല, ആങ്കറിങ്ങിന്റെ പ്രാധാന്യം അറിയുന്നത്. എന്റെ പൊന്നെ, സമാധാനായി. എന്തായിരുന്നു നമ്മുടെ വിശേഷങ്ങളൊന്നും പറയുന്നില്ലല്ലോ, ചിരി മാത്രം ഉള്ളോട്ടോ അവിടെ. ഞാൻ 5 വർഷമൊന്നും പുറകോട്ട് പോകണ്ട. എന്തായിരുന്നു, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, ഈ മേഖലയിലേക്ക് എത്തിയത്? ശരിക്കും ഞാൻ തബല പഠിക്കില്ലായിരുന്നു. ഇല്ല, അച്ഛൻ പാട്ട് പാടും. അച്ഛന്റെ കൂടെ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് ഇപ്പൊ നമ്മ ഒരു സിമ്പിൾ പോലത്തെ ഒരു കണ്ടല്ലേ ചെറുത്, അതൊക്കെ പിടിക്കലായിരുന്നു ചെറുപ്പത്തില്. അപ്പ
അപ്പൊ അതില് തബല വായിക്കണ ആളുണ്ട്, മുരളി എന്ന് പറഞ്ഞ ഞാറക്കൽ മുരളി. പുള്ളിയാണ് അച്ഛനെ കൊണ്ട് എന്നെ നിർബന്ധിച്ച് തബല പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ മുരളിച്ചേട്ടനാണ് നമസ്കാരം. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. പിന്നെ ഇവരുടെ കൂടെ കൂടിയപ്പോ ആദ്യം എനിക്ക് 1400 ഫോളോവേഴ്സ് ആയിരുന്നു. ഇവരുടെ കൂടെ കൂടിയപ്പോ എനിക്കിപ്പോ 11K കഴിഞ്ഞു. എല്ലാത്തിനും ഇവരാണ്, എല്ലാത്തിനും കാരണം റൈസൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്, ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യണ കീബോർഡിസ്റ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ ഇവരായിട്ട് പരിചയപ്പെടുന്ന. ഇവരുടെ വീഡിയോ എല്ലാം വൈറലി. ജീവിക്കാൻ വേണ്ടി സെലിബ്രിറ്റി ഇപ്പൊ ഏകദേശം നിങ്ങൾ രജിസ്റ്റർ ആയി. ഇനി ഇപ്പൊ ആരും ചോദിക്കണേണ് എന്താ നിങ്ങളുടെയൊക്കെ ജോലി? ഞങ്ങളെല്ലാവരും പാട്ടുകാരാണ്. ആ ഒരു രീതിയിലേക്ക് എത്തുക. കാരണം പണ്ട് പറയില്ലേ, എടാ ഞാൻ ആരും ചോദിച്ചൊരു നടനാണെന്ന് പറയാൻ എനിക്കൊരു മടിയാണ്. പല നടന്മാരും പറയുന്നവര് എന്താ പണിന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലൊക്കെ ഉണ്ട്, അപ്പൊ ജോലി എന്താന്ന് ചോദിക്കില്ലേ, ഉറപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ആയി, ഉറപ്പിച്ചു, ഇതാണ് ഇനി ഞങ്ങളുടെ വഴി. ഇനി അടുത്ത ലെവൽ എന്താ നിങ്ങളുടെ? ഞങ്ങക്ക് സത്യം പറഞ്ഞ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഹാർമോണിയത്തെ വേൾഡ് മൊത്തം ചുറ്റിക്കണം, ഈ ഹാർമോണിയായിട്ട് കറങ്ങണം. അച്ഛനും അമ്മയും ഒന്ന് പ്രൗഡാക്കി എപ്പോഴും നിർത്തണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ എൻക്വയറി വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. പുറത്തേക്ക് ദൈവാനുഗ്രഹിച്ച് പോകാൻ പറ്റിയിട്ടില്ല. പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും പാസ്പോർട്ട് ഒക്കെ സെറ്റ് ആയില്ലേ? എല്ലാരും സെറ്റാണ്. ഓക്കെ, ഇല്ലേ ക്യാൻസൽ ആയിട്ടോ? ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരു ന്യൂജൻ ഗ്യാങ് വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് ഏതാണ്? എന്റെ വന്നതിൽ എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ എന്റെ എല്ലാം എല്ലാം അല്ലേ, അത് എല്ലാരും ചോദിക്കുന്ന പാട്ടാ. എന്നാ തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമുള്ള ശരം പാട്ട് പാടൂലേ? പാട്ട് പാടിയത് പിന്നെ നിർത്തി. എന്തുപറ്റി? അത് ഞാനൊരു അത് ഭയങ്കര അങ്ങനെയല്ല, ഞാന് ഒരു പൂരത്തിന്റെ പ്രോഗ്രാം ആട്ടോ. അപ്പൊ അവിടെ പരിയാനപ്പറ്റ പൂരം, ജനങ്ങള് മറിയണം, അത്രയും ജനങ്ങളാ. അപ്പൊ അച്ഛൻ മ്യൂസീഷ്യനാണല്ലോ, അപ്പൊ നാട്ടിൽ അറിയുകയും ചെയ്യാം. അപ്പൊ സുധീഷ് ഏട്ടന്റെ മോൻ വന്ന് പാടുകയാണ്. സുധീഷ് ഏട്ടന്റെ ആ കഴിവുകളെല്ലാം കിട്ടിയ മകനാണെന്നൊക്കെ പറഞ്ഞ് ഞാനും കുറെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവരെ ഞാൻ പാടിയിട്ട് മറ്റേ മഞ്ഞക്കിളിയുടെ മൊത്തം കൂക്കലാണ് എന്താന്ന് അറിഞ്ഞൂടാ. അന്ന് അങ്ങോട്ട് നമ്മള് നിർത്തി. എല്ലാവർക്കും അബദ്ധം പറ്റുന്നതല്ലേ? പക്ഷെ അല്ലേ പാടൂലേ? അത് പാടും, പക്ഷെ ഇടക്ക് വെള്ളി വീഴും. എടാ നീ പാടില്ല എന്ന് പറഞ്ഞാൽ എടാ നീ ഇങ്ങനെ ജനുവനാവല്ലേ? സിദ്ധാർത്ഥിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക, അവൻ ഭയങ്കര ജനുവൻ എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഞാൻ അത് ഇന്നലെയും കൂടി ഞങ്ങൾ സംസാരിച്ചോളൂ. ഇപ്പൊ ചേട്ടനെ പറ്റി കുറ്റം പറയാണെന്ന് വിചാരിച്ചോ, എല്ലാരും മാറിക്ക് നിന്ന് കുറ്റം പറയേണ്ട പോലെ ഇവൻ ചേട്ടന് മുമ്പ് തന്നെ പറയും. ശരിക്കില്ലേ, ഇപ്പൊ ഈ നമ്മൾ ഈ ഒരു ഹാർമോണി ഈ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോ കൂടെയുള്ളവർ പറഞ്ഞായിരുന്നു, ആരെങ്കിലും ഒന്ന് ബാക്കോട്ട് വലിച്ചായിരുന്നു, എടാ നിനക്ക് അതൊരു പഴയ പരിപാടി ഇല്ലേ, കുറച്ച് പുതിയതിലേക്ക്, അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചായിരുന്നു? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
എല്ലാവർക്കും കീബോർഡ് ഞാൻ കീത്താറിലോട്ട് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സ്റ്റീഫൻ ചേട്ടൻ പോലെ കീത്താർ വായിക്കണം എന്ന്, അങ്ങനെ ആകുമ്പോഴാണ് ആളുകളോട് ഒന്നും കൂടി അറിയപ്പെടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഇന്നത്തെ കാലത്ത് ഏറ്റെടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് യുണീക്കായിട്ട് ആരും ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ആളുകൾ ചിലപ്പോൾ സ്വീകരിക്കില്ല, ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട്. ഞാൻ തന്നെ ഹാർമോണിയത്തിൽ വന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ആളുകൾക്ക് അത് ക്ലിക്കായത്, എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്, കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ആരും ഇപ്പോൾ പണ്ടൊന്നും പ്രോഗ്രാം ഞാൻ ഹാർമോണിയം സോളോ അത് ഏസില്ല എന്നുള്ളൊരു മൂഡാണ്. ഇപ്പോൾ അവർക്ക് ധൈര്യമായി, അവർക്ക് അറിയാം, കണ്ടു കണ്ടു. പലരും ചിന്തിക്കും അതൊരു നേരത്തെ ഈ ഹാർമോണിയം എന്ന ഒരു സംഭവത്തിന് പതുക്കും സൈഡിലേക്ക് ഒതുക്കിയൊരു കാലഘട്ടം. അപ്പൊ അന്ന് നമ്മളൊരു മെയിൻ പരിപാടിയാണെങ്കിലും ഇപ്പൊ യൂത്ത് ആണെങ്കിലും കുറച്ചും കൂടി പുതിയ ഒരു ഇതിലേക്കല്ലേ. അപ്പൊ അതൊക്കെ മാറ്റി ഒരു ചരിത്രം തിരുത്തിരിക്കുകയാണ് എല്ലാരും കൂടി. ഞാൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഇപ്പൊ ഈ ഹാർമോണിയം കൊണ്ട് തന്നെ ഈ യൂത്ത് ആണെങ്കിലും പഴയ പാട്ടുകൾ ഏറ്റെടുക്കും. അത് അങ്ങനെയുണ്ട്. നമുക്ക് ഇതുവഴി ഇപ്പൊ പുതിയ പാട്ടുകൾ വായിക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ ഇപ്പോ കോളേജിൽ പോകണമെങ്കിൽ ഒരു പുഷ്പം ചോദിക്കും, അവർ വീണ്ടും പഴയ സോങ്സിലോട്ട് ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ പണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ റോക്ക് അല്ലെങ്കിൽ പുതിയ സോങ് എന്ന് പറയുന്നത് മാത്രമാണ് അവരുടെ കണ്ണിൽ അടിപൊളി എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്നത് മാതിരി ഇപ്പൊ അത് ഷഹബാസ് അമനിക്കൊക്കെ വന്നതോടുകൂടി മറ്റേ മിഴിയിൽ നിന്നും അങ്ങനത്തെ സോങ്സ് വന്നോട് പിന്നെ വീണ്ടും പഴയ ഒരു മെലഡി ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ നമുക്ക് ഹാർമോണിയത്തും കൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് ഒന്നും മോശമല്ലല്ലോ, എല്ലാ മ്യൂസിക്. പിന്നെ വേറെ കാര്യം, ഈ ഹാർമോണിയത്തിൽ പണ്ട് ഒരു വിഭാഗം ആളുകൾ ചിന്തിച്ചിരുന്ന പഴയ പാട്ടുകൾ മാത്രം ഇങ്ങനെയുള്ള പരിപാടി ഗസല് ഇതിനൊക്കെയാണ് ഹാർമോണിയം യൂസ് ചെയ്യുന്നത്. അതൊന്നും നമുക്കൊന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പുതിയ പാട്ടൊന്ന് പ്ലേ ചെയ്യാം. അടിപൊളി. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു നമ്മുടെ ഏഷ്യാനെറ്റിലെ മുൻഷിയില് അതിന്റെ ഒരു ട്യൂൺ വായിച്ച് വൈറലായി. ചെറുത് ഓക്കെ ശരിക്കും ഒറിജിനലാണ്. പക്ഷെ അന്നേ ആദ്യം കോഴിയുടെ അതിപ്പോ ആരാ ഉണ്ടാക്കുന്ന ശബ്ദം? കോഴി നിങ്ങളാരെങ്കിലും അതെങ്ങനെ താളത്തിലാണ്? താളത്തിൽ കരയണ കോഴി അല്ല, അവനെ ശീലമുള്ളതുകൊണ്ട്. ഓക്കെ. അത് താറാറുണ്ട്. ഓക്കെ, ഇത് ഓക്കെ എന്താ? കറക്റ്റ്, അടിപൊളി. അവിടുത്തെ തുടങ്ങിയതാ. അതെ, പൊളി, ഒന്നും പറയാൻ. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത നമ്മുടെ ഇലുമിനാറ്റിയില് നമ്മുടെ ശരത് സാറൊക്കെ ഒന്ന് പറഞ്ഞില്ലേ, എന്റെ പറ്റെങ്കിൽ താങ്കൾക്ക് പറ്റെങ്കിൽ എന്റെ ഇതിലൊന്ന് വായിക്കുമെന്ന് ചോദിച്ചില്ലേ. ശരിക്കും ആ ഒരു മൊമെന്റ് ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറമാണ്, വേറെ ഓറയാ, നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല.
അത് കുറേ പേരുണ്ട്. അപ്പൊ MG സാറുടെ ഒപ്പം ഞാൻ ഒരുമിച്ച് നിന്ന് ഞങ്ങള് പടകാളി വായിച്ചു. അതുപോലെ ശരത് സാറൊക്കെ അയ്യോ എന്താ പറയാ, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മളോട് സംസാരിക്കും. നമ്മളിപ്പോ ഞാൻ എൻ്റെ ചിന്താഗതി പറയട്ടെ, പഴയ ആളുകളൊക്കെ കുറെ പേര് നമ്മുടെ താഴ്ന്നല്ലെന്ന് വെച്ചാൽ ആ ഒരു ഡൊമിനൻസ് എല്ലാവരും പലയിടത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ലെജൻഡറി ആയിട്ടുള്ള കുറെ മ്യൂസീഷ്യൻസിൽ അതില്ല. എല്ലാവരും വളരെ ഡൗൺ ടു, ഇപ്പോൾ ഹരിശങ്കർ ചേട്ടനാണെങ്കിലും ഹരീഷ് ചേട്ടനാണെങ്കിലും എല്ലാവരും, ഇപ്പോൾ ഹരിശാരത്തേട്ടൻ MG സാറാണെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി. മധുഭാഷണം ചേട്ടനാണെങ്കിൽ എല്ലാവരും ആർക്കും ഒരു ഡൊമിനൻസ് ഒന്നുമില്ല. എല്ലാവരും പക്കയായിട്ട് വളരെ വളരെ സൗഹൃദമായിട്ട്. ഈ മറ്റേ അരലിന്റെ ആഴങ്ങളിൽ എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിന് ഫസ്റ്റ് ഒരു ഹമ്മിങ് ഇല്ലേ, അത് എന്റെ മെയിൻ സാധനം. ഞാൻ കേട്ടിട്ടുണ്ട്, പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഹമ്മിങ് ഒന്ന് ഞാൻ സ്റ്റക്കായി പോയി, ഓക്കെ ബ്രോ. അതുപോലെ സൗണ്ട് ഒരു പ്രത്യേക തരം സൗണ്ടാണ് അല്ലേ, ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ തുളഞ്ഞു കേറും. എന്നാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ഒരാള് കഴിവിലും ചിരിയിലും വീഴ്ത്തും, ഒരാള് ഫുൾ പാക്ക്. എന്തായാലും എല്ലാം കൊണ്ടും പല പല ഇത് എന്തായാലും നിങ്ങളുടെ കോംബോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ 3 പേരായിട്ട് ഇത്രയും ഞങ്ങളെ ഞെട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം മൊത്തം വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഉത്സവമായിരിക്കും. ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ സുധീഷ് ചേട്ടൻ എന്നൊക്കെ പറയുന്ന വ്യക്തി വേറെ ലെവല് വ്യക്തിയാ, കോഴിക്കോടിന്റെ അഭിമാനമായിട്ടുള്ള വ്യക്തിയാ. അതുപോലെ ജിതിനേട്ടൻ, പിന്നെ അച്ഛനാണ് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഫ്രണ്ട്ലി ഒന്ന് നടത്തി തരുന്നത്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും, ഞങ്ങള് പരിപാടി എടുക്കാണെന്ന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്. അച്ഛനാണ് പ്രോഗ്രാം എടുക്കുന്നത്, നടത്തുന്നത്. ഞങ്ങൾക്ക് അവിടെ പോയി വായിക്കേണ്ട ഒരു ഇതുള്ളൂ, ബാക്കിയുള്ള ഡീലിംഗ് ഒക്കെ അച്ഛനായിരിക്കും. അപ്പൊ ആ ഒരു ടെൻഷൻ ഇല്ല. അതെനിക്ക് അങ്ങനെ കാണാനും ഇഷ്ടം. നിങ്ങൾക്ക് ബാക്കിൽ ഒരു സപ്പോർട്ട്, ഫാമിലിയുടെ സപ്പോർട്ട് എല്ലാവർക്കും നല്ലൊരു ബാക്കപ്പ് ഉണ്ട്. കാതിൽ തേരുന്ന ആ ഒരു പാട്ടില്ലേ, അതൊന്നും രണ്ടൊരു പടം. മധുരമായി പാടും ഈ നമുക്കിപ്പോ ഓരോ ഡയലോഗിനനുസരിച്ച് പണ്ട് നമ്മള് ഏറ്റവും കൂടുതൽ നമ്മൾ ഹാർമോണിയം കണ്ടിരിക്കുന്ന നാടകങ്ങളിൽ ഭയങ്കര സപ്പോർട്ടാണ് ഹാർമോണിയത്തിനുള്ളത്. പല ഇപ്പോ നാടകങ്ങളിലെ നാടകഗാനങ്ങളായിക്കോട്ടെ എന്തിനും ഒരു വലിയൊരു സപ്പോർട്ട് ഇതാണ്. പഴയ നാടകഗാനങ്ങൾ നിങ്ങൾ പാടാറുണ്ടോ? പഴയ നാടകഗാനങ്ങൾ അങ്ങനത്തെ നാടകഗാനങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ പ്ലേ ചെയ്യാൻ ശ്രമിച്ചു. പണ്ട് പ്രോഗ്രാംസിനൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഞങ്ങള്. അല്ലെ, ഇഷ്ടംപോലെ ഒരുപാട് നാടകഗാനങ്ങൾ പല ഇപ്പൊ നമ്മള് പല യുവജനോത്സവ വേദികളായിക്കോട്ടെ, വലിയ വലിയ കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ വലിയൊരു ഘടകമാണ് നാടകഗാനം. അത് തന്നെ പല പല പാട്ടുകൾ, എല്ലുമുളം ബലികുടീരങ്ങൾ എല്ലാത്തിലും വലിയൊരു സപ്പോർട്ടാണ്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു മംഗളം എന്തായാലും കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ നമ്മള് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നത് നമ്മുടെ ഒരു ടീമിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിങ്ങളുടെ മറ്റേ അതൊന്ന് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഓ അതിനോട്ട്
എന്റെ പൊന്നു മക്കളെ, ഇത് ഞാൻ എഴുന്നേറ്റൊന്നും തൊഴുന്നില്ലെങ്കിൽ ശരിയാവൂല. ഒരു രക്ഷയില്ല മച്ചന്മാരെ, ഞെട്ടിച്ചു. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം നമ്മളിങ്ങനെ ഷോയിലേക്ക് ഇപ്പൊ നമ്മള് കുറെ നാളായി നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നത്. ശരിക്കും ഇദ്ദേഹത്തിനെ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചത് നിങ്ങൾ മാത്രമായിരിക്കുന്നതാണ്. പക്ഷെ എല്ലാവരും കൂടി വന്നിട്ടൊരു ഉത്സവമാക്കി തന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഫ്ലോറിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജാങ്കോ സ്പേസിന്റെ എല്ലാ ഓഡിയൻസിനും ഇതൊരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. എന്നാലും ഇവിടുന്ന് ഈ യാത്ര ഇപ്പൊ നിങ്ങൾ കുറച്ച് നാൾ വളരെ സക്സസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തും, ഇതിൽ ഒരു സംശയമില്ല. എന്തായാലും നിങ്ങളിവിടെ വന്നതിലും നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഈ മേഖല തെരഞ്ഞെടുത്തതിൽ ഒരുപാട് ഭാഗ്യവാനാണ് തോന്നുന്നു. ഇവിടുത്തെ കലാകാരന്മാരെ മുമ്പേ കിട്ടുമ്പോഴാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ബ്രദർ, താങ്ക് യു എല്ലാവർക്കും, താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.